Hi dear students, let's talk history. So നമ്മൾ ആർക്കിയോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആണ്, എല്ലാ ടോപ്പിക്കുകളും ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ആ ടോപ്പിക്കുകൾ ക്ലിയർ ആവാത്തവർ ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലേക്ക് കയറുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടത്തുള്ളൂ, നമ്മുടെ ടോപ്പിക്കുകൾ ക്ലിയർ ആയി പോകത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഒട്ടും ലേറ്റ് ആവാണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പെന്നും ബുക്കും ഒക്കെ എടുത്ത് തന്നെ ഇരിക്കുക. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസ്. ആർക്കിയോളജി ഒരു സോഷ്യൽ സയൻസിന് എങ്ങനെ ഉപകാരപ്രദമാകുന്നു, ഒരു സോഷ്യൽ സയൻസ് എന്ന രീതിയിൽ ആർക്കിയോളജി എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആർക്കിയോളജി ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് past human cultures through the systematic recovery, analysis and interpretations of material remains such as artifacts, architecture and cultural landscapes. എന്താണ് ആർക്കിയോളജി ഒരു സോഷ്യൽ സയൻസ് ആയി മാറുന്ന എപ്പോഴാണ്? അത് പുരാതന മനുഷ്യൻ്റെ അല്ലെങ്കിൽ പാസ്റ്റ് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ചും പണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ കൾച്ചറിനെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് റിക്കവറി നടത്തുന്നു. എങ്ങനെയാണ് കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നത്? ഒരു സിസ്റ്റമാറ്റിക് റിക്കവറി നടത്തുന്നു. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിക്കവറി നടത്തി ആ റിക്കവറി ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു, അനലൈസ് ചെയ്ത് അതിനെ വിലയിരുത്തി അതിനുശേഷം എങ്ങനെയാണ് ഈ വിശകലനവും വിലയിരുത്തലും നടത്തുന്നത്? ആ കിട്ടുന്ന മെറ്റീരിയൽ റിമൈൻസ്, അതുപോലെ തന്നെ ആർട്ടിഫാക്ട്സ്, ആർക്കിടെക്ചർ, അവരുടെ കൾച്ചറൽ ലാൻഡ്സ്കേപ്സ് എങ്ങനെയുള്ളതായിരുന്നു, ഇതിനെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ആർക്കിയോളജി ഒരു സോഷ്യൽ സയൻസ് ആയി മാറുന്നത്. ഓക്കെ, സോ ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസ്, ആർക്കിയോളജിക്ക് ഏതൊക്കെ ബ്രാഞ്ചുകളാണ് ഉള്ളത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി ഫസ്റ്റ് ബ്രാഞ്ച് ആണ്. പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി എന്താണ്? ഈ പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജിയിലൂടെ എന്താണ് പഠിക്കുന്നത്? സ്റ്റഡീസ് ഹ്യൂമൻ കൾച്ചേഴ്സ് ബിഫോർ ദ അഡ്വെന്റ് ഓഫ് റിട്ടൺ റെക്കോർഡ്സ്. സ്റ്റഡീസ് ഹ്യൂമൻ കൾച്ചേഴ്സ് ബിഫോർ ദ അഡ്വെന്റ് ഓഫ് റിട്ടൺ റെക്കോർഡ്സ്. അതായത് എഴുതപ്പെട്ട ലിഖിതങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുവാൻ ആർക്കിയോളജി സഹായിക്കുന്നതിനെയാണ് പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി എന്ന് പറയുന്നത്. അതായത് പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹിസ്റ്ററിക്ക് മുമ്പുള്ള കാലഘട്ടം, അതായത് ലിഖിതമായ അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ്സ് ലഭ്യമായിട്ടുള്ള കാലഘട്ടത്തിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഈ പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹിസ്റ്റോറിക് ആർക്കിയോളജി എക്സാമിൻസ് ഹ്യൂമൻ കൾച്ചേഴ്സ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ്. എന്താണ്? മനുഷ്യൻ്റെ കൾച്ചർ എങ്ങനെയാണ് റിട്ടൺ റെക്കോർഡ്സിലൂടെ എക്സാമിൻ ചെയ്യുന്നു. ദെൻ ക്ലാസിക്കൽ ആർക്കിയോളജി എന്താണ്? ക്ലാസിക്കൽ ആർക്കിയോളജി എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ദ കൾച്ചേഴ്സ് ഓഫ് ആൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. എന്താണ്? ആൻഷ്യന്റ് ഗ്രീസ് റോം കൾച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ക്ലാസിക്കൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. ആൻഡ് അണ്ടർ വാട്ടർ ആർക്കിയോളജി എന്താണ്? അണ്ടർ വാട്ടർ ആർക്കിയോളജി എന്ന് പറയുന്നത് എക്സ്പ്ലോർസ് ഷിപ്പ് വർക്ക്സ് ആൻഡ് അതർ സബ്മേർജ്ഡ് കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ്സ്. എന്താണ്? മണ്ണിനടിയിൽ മാത്രം പോയ ഹെറിറ്റേജിനെ കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച് മാത്രമല്ല നമ്മളിവിടെ പഠിക്കുന്നത്. എന്താണ്? കടലിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുള്ള പാരമ്പര്യത്തെക്കുറിച്ചും കൾച്ചറിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ബ്രാഞ്ചസ് ഓഫ് ആർക്കിയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്ക് അടുത്തത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ്. ആർക്കിയോളജിയിലൂടെ, അതായത് ആർക്കിയോളജിയുടെ പഠനത്തിന് വേണ്ടി സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആർക്കിയോളജി സോഷ്യൽ സയൻസിന് എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസ്. ഫസ്റ്റ് പോയിന്റ് എക്സ്കവേഷൻ. എക്സ്കവേഷന് ഒരു മെത്തേഡാണ്. കെയർഫുൾ അൺകവറിങ് ഓഫ് ആർട്ടിഫാക്ട്സ് ആൻഡ് അതർ മെറ്റീരിയൽ റിമെയിൻസ്. എന്താണ്? ആർട്ടിഫാക്റ്റിനെയും മെറ്റീരിയൽ റിമെയിൻസിനെയും ഒക്കെ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധയോടെ എടുക്കുന്നു, അല്ലെങ്കിൽ അതിനെയൊക്കെ കണ്ടെത്തുന്നതിനെയാണ് ഈ എക്സ്കവേഷൻ എന്തുകൊണ്ട് എക്സ്കവേഷൻ മെത്തേഡ്സിലൂടെ ചെയ്യുന്നത്. അൺകവറിങ് ഓഫ് ആർട്ടിഫാക്ട്സ് ആൻഡ് അതർ റിമെയിൻസ് വിത്ത് കെയർഫുൾ. സെക്കൻഡ് പോയിന്റ് സർവേ. എന്താണ്? സിസ്റ്റമാറ്റിക് റിസർച്ച് ഫോർ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്. എന്താണ്?
ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെർച്ച് നടത്തുകയാണ് ആർക്കിയോളജിക്കൽ സൈറ്റുകൾക്ക് വേണ്ടിയും. അതുപോലെ തന്നെ ആ സൈറ്റുകളുടെ ഫീച്ചേഴ്സുകൾ നമുക്ക് സർവേയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റിസർച്ചിങ് ദ പാസ്റ്റ് എന്ന പേപ്പറിൽ നമ്മൾ എന്താണ് സർവേ മെത്തേഡ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം എന്താണ് ആർക്കിയോളജിയിൽ സർവേ എന്ന് പറയുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ആർക്കിയോളജിക്കൽ സൈറ്റുകൾ കണ്ടെത്തുവാനും ആ സൈറ്റുകളുടെ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ മനസ്സിലാക്കുവാനും വേണ്ടി നടത്തുന്ന സർവേ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തേർഡ് മെത്തേഡ് ഓഫ് ടെക്നിക്സ് ആണ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്, പുരാതന വസ്തുക്കൾ, അതായത് മനുഷ്യൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ആർട്ടിഫാക്റ്റുകൾ, മെറ്റീരിയൽസിനെയൊക്കെ എന്താണ് ഡേറ്റിംഗ് മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഈ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ടെക്നിക്സ് സച്ച് ആസ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്, pottery typology and stratigraphy to determine the age of artifacts and sites. എന്താണ് ഈ ഡേറ്റിംഗ് മെത്തേഡിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗും പോട്ടറി ടൈപ്പോളജി. പോട്ടറി ടൈപ്പോളജി എന്ന് പറയുന്നത് പോട്ടറീസ് അല്ലെങ്കിൽ മൺപാത്രങ്ങളുടെയൊക്കെ ടൈപ്സ് ഏത് തരത്തിലുള്ളവയാണ്, അത് എന്തൊക്കെ ധാതുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പോട്ടറി ടൈപ്പോളജി ഉപയോഗിക്കുന്നത്. ദെൻ സ്ട്രാറ്റിഗ്രാഫി നമ്മൾ പറഞ്ഞിരുന്നു, ലെയറിംഗ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. ഇതിലൂടെയൊക്കെയാണ് ഡേറ്റിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് മെത്തേഡാണ് ആർട്ടിഫാക്റ്റ് അനാലിസിസ്. ആർട്ടിഫാക്റ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ആർട്ടിഫാക്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഫങ്ഷൻസ്, മീനിങ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ആർട്ടിഫാക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്തുന്നു. ആർട്ടിഫാക്റ്റുകളെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ് എന്താണ്, അത് ഏത് മേഖലയിലാണ് ആ ഒരു ആർട്ടിഫാക്റ്റ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ആർട്ടിഫാക്റ്റ് അനാലിസിസ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ്, ഇപ്പം നമ്മൾ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പഠിച്ചു. നെക്സ്റ്റ് ഹെഡിങ് ആണ്, അതായത് ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസിൽ നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് തിയറട്ടിക്കൽ പ്രാക്ടീസസ് ഇൻ ആർക്കിയോളജി. ആർക്കിയോളജി സോഷ്യൽ സയൻസിൽ എന്തൊക്കെ തിയറട്ടിക്കൽ പ്രാക്ടീസസ് ആണ് ചെയ്യുന്നത്? ഒന്ന്, പ്രൊസെഷ്വൽ ആർക്കിയോളജി. പ്രൊസെഷ്വൽ ആർക്കിയോളജി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് കൾച്ചേഴ്സ് ആസ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. എന്താണ്, പാസ്റ്റ് കൾച്ചേഴ്സിനെ അതിൻ്റെ സിസ്റ്റംസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകളെ ബേസ് ചെയ്ത് മാത്രം പഠിക്കുന്നതിനെയാണ് പ്രൊസെഷ്വൽ ആർക്കിയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് പ്രൊസെഷ്വൽ ആർക്കിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫസൈസസ് ദ റോൾ ഓഫ് ഐഡിയോളജി, പവർ ആൻഡ് സിംബോളിസം ഇൻ ഷേപ്പിംഗ് പാസ്റ്റ് കൾച്ചേഴ്സ്. എന്താണ്, ഈ പാസ്റ്റ് കൾച്ചേഴ്സ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സിംബോളിസവും പവറും ഐഡിയോളജിയും ഒക്കെ അതിൻ്റെയൊക്കെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ഈ പോസ്റ്റ് പ്രൊസെഷ്വൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. പ്രൊസെഷ്വൽ ആർക്കിയോളജി എന്ന് നമ്മൾ പറയുമ്പോൾ അത് മെയിനായിട്ട് കൂടുതലായിട്ടും അത് ഈ സയൻറ്റിഫിക് പഠനങ്ങളെയാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് ആർക്കിയോളജിക്ക് ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ആ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് മാത്രം അല്ലെങ്കിൽ ആ ഒരു സയൻറ്റിഫിക് ടെക്നിക്സിനെ ബേസ് ചെയ്ത് മാത്രം പഠിക്കുന്നതിനെയാണ് ഈ പ്രൊസെഷ്വൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. പോസ്റ്റ് പ്രൊസെഷ്വൽ ആർക്കിയോളജി എന്ന് പറയുമ്പം ആർക്കിയോളജിക്ക് പഠനത്തിന് ഒരു പ്രത്യേക ടെക്നിക്കുകളൊന്നുമില്ല. അവിടെ ആ ഒരു സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആർട്ടിഫാക്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നാണ് ഈ പോസ്റ്റ് പ്രൊസെഷ്വൽ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ഫെമിനിസ്റ്റ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് ആർക്കിയോളജിയിലേക്ക് വരുമ്പം എക്സാമിൻസ് ദ റോൾസ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് വുമൺ ഇൻ പാസ്റ്റ് കൾച്ചേഴ്സ്. എന്താണ്, സ്ത്രീകളെക്കുറിച്ചുള്ള ആർക്കിയോളജിയാണിത്. ഇവിടെ എന്താ പറയുന്നത്, സ്ത്രീകൾക്ക് പാസ്റ്റ് കൾച്ചേഴ്സിൽ അല്ലെങ്കിൽ പുരാതന ജീവിത കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു, അവരുടെ റോൾ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഫെമിനിസ്റ്റ് ആർക്കിയോളജി. അടുത്തതാണ് ഇൻഡിജീനിയസ് ആർക്കിയോളജി. collaborates with indigenous communities to understand and interpret their കൾച്ചറൽ ഹെറിറ്റേജ്. ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു. എന്താണ്, അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ്, സാംസ്കാരിക പാരമ്പര്യത്തെ മനസ്സിലാക്കുവാനും അതിനെ വിശകലനം ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഈ ഇൻഡിജീനിയസ് ആർക്കിയോളജി ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ സോഷ്യൽ സയൻസ് ആർക്കിയോളജി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ടോപ്പിക്ക് അല്ലെങ്കിൽ സോഷ്യൽ ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസ് എന്ന ടോപ്പിക്കിൻ്റെ ലാസ്റ്റത്തെ കണ്ടന്റ് ആണ് കോൺട്രിബ്യൂഷൻസ് ടു സോഷ്യൽ സയൻസ്. ആർക്കിയോളജി സോഷ്യൽ സയൻസിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുക്കുന്നത്? 4 പോയിന്റുകളാണുള്ളത്. ഫസ്റ്റ് പോയിന്റ്, അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. എന്താണ്? മനുഷ്യൻ്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആർക്കിയോളജി പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദ വാസ്റ്റ് റേഞ്ച് ഓഫ് ഹ്യൂമൻ കൾച്ചറൽ എക്സ്പീരിയൻസസ് ആൻഡ് എക്സ്പ്രഷൻസ്. മനുഷ്യൻ്റെ പുരാതനകാല ജീവിത രീതിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്, സാമ്യ വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതായത് ഓരോ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴും മനുഷ്യൻ്റെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള പല പല വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളും അവരുടെ കൾച്ചറലായിട്ടുള്ള ഡൈവേഴ്സിറ്റികളും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് പഠിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇതിന് സോഷ്യൽ സയൻസിനെ ആർക്കിയോളജി സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ലോങ് ടേം പേഴ്സ്പെക്റ്റീവ്സ്. എന്താണ്? ആർക്കിയോളജി ഓഫേഴ്സ് എ ലോങ് ടേം പേഴ്സ്പെക്റ്റീവ്സ് ഓൺ human history, allowing us to understand the dynamics of cultural change and continuity. എന്താണ്? ഒരു ലോങ് ടേം പീരിയഡിലേക്കുള്ള പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് ആര് തരുന്നുണ്ട്? ആർക്കിയോളജിയിലൂടെ കിട്ടുന്നുണ്ട്. പുരാതന കാലഘട്ടം എന്ന് പറയുമ്പം ആൻഷ്യൻ്റ് പീരീഡിനെ കുറിച്ചും മെഡീവൽ പീരീഡിനെ കുറിച്ചും മോഡേൺ പീരീഡിനെ കുറിച്ചൊക്കെ ഒരു ലോങ് ടേമിനെ കുറിച്ചുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് ആർക്കിയോളജിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദെൻ critical examination of power relations. Archaeology can reveal the complex power dynamics that have shaped human societies, including issues of inequalities, exploitations and social justices. എന്താണ്? ഈ പവർ റിലേഷൻസ്, അധികാര ബന്ധങ്ങളെക്കുറിച്ച് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നു. ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുവാൻ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ സയൻസിനെ ആർക്കിയോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഷ്യൻ്റ് പീരീഡ് കാലഘട്ടത്തിൽ അവരുടെ സൊസൈറ്റീസ് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ആ സൊസൈറ്റീസിനെ ഷെയ്പ്പ് ചെയ്തത് എന്ത് തരത്തിലുള്ള പവർ, കോംപ്ലക്സ് പവേഴ്സ് ആണ് അതിനെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. ദെൻ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ഇൻഈക്വാലിറ്റീസ് എന്തൊക്കെയായിരുന്നു, ആരൊക്കെയാണ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത്, ദെൻ സോഷ്യൽ ജസ്റ്റിസ് എങ്ങനെയുള്ളതായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആർക്കിയോളജിയിൽ നിന്നാണ് എവിഡൻസ് കിട്ടുന്നത്. നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചിരുന്നു, സെക്കൻഡ് ഇയറിൽ കേരള ഹിസ്റ്ററി പഠിച്ചിരുന്നു. കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സോഷ്യൽ ഇൻഈക്വാലിറ്റീസും ജസ്റ്റിസും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആര്യൻസ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ എന്താണ് സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് ഇല്ലാതായതും സ്ത്രീകൾക്ക് അവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ. ഓക്കെ, അതൊക്കെ ഓർക്കുക, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ഇൻഫോമിങ് കണ്ടംപററി പോളിസി ആൻഡ് പ്രാക്ടീസസ്. എന്താണ് ഇൻഫോമിങ് കണ്ടംപററി പോളിസി ആൻഡ് പ്രാക്ടീസസ്? ആർക്കിയോളജിക്കൽ റിസർച്ച് ക്യാൻ ഇൻഫോം കണ്ടംപററി പോളിസി ആൻഡ് പ്രാക്ടീസസ് in areas such as cultural resource management, heritage conservation and sustainable development. എന്താണ് ഈ കണ്ടംപററി പോളിസി പ്രാക്ടീസസിനെ എന്താണ് പഴയ കാലഘട്ടത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇൻഫോം ചെയ്യുവാൻ എന്ത് സഹായിക്കുന്നു? ആർക്കിയോളജിക്കൽ റിസർച്ചിന് സാധിക്കുന്നുണ്ട്. ഈ കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെ, കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ളതാണ്. തേർഡ് പാർട്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കൾച്ചറൽ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സൂക്ഷിക്കുന്നു. ദെൻ ഹെറിറ്റേജ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എങ്ങനെ കൊണ്ടുവരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കണ്ടംപററി പോളിസീസ് ആൻഡ് പ്രാക്ടീസസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ആർക്കിയോളജിക്കൽ റിസർച്ചിലൂടെയാണ് ലഭിക്കുന്നത്. ഇത്രയാണ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സയൻസ്. ഓക്കെ, സോ നമ്മൾ ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസ് എന്ന രീതിയിൽ ആർക്കിയോളജിക്ക് സോഷ്യൽ സയൻസിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും തമ്മിലുള്ള റിലേഷനാണ്. ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ആർ ഇന്റർ കണക്റ്റഡ് ഫീൽഡ്സ് ദാറ്റ് എക്സ്പ്ലോർ ദ ഹ്യൂമൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ത്രൂ മെറ്റീരിയൽ റിമെയിൻസ്,
കൾച്ചറൽ ആർട്ടിഫാക്ട്സ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ്. ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിലൂടെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ്റെ മെറ്റീരിയൽ റിമെയിൻസിലൂടെ അവരുടെ കൾച്ചറൽ ആർട്ടിഫാക്ട്സ് എന്തൊക്കെയായിരുന്നു, അവരുടെ സോഷ്യൽ പ്രാക്ടീസുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ആർക്കിയോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ഫസ്റ്റ് പോയിന്റ്, ഷെയർഡ് ഫോക്കസ് ഓൺ ഹ്യൂമൻ കൾച്ചർ. എന്താണ്? ഈ ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും എന്താണ്? ഹ്യൂമൻ കൾച്ചറിനെ ഷെയർഡ് ഫോക്കസിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ കൾച്ചറിനെ ഷെയർഡ് ഫോക്കസ് ചെയ്യുന്നു. ബോത്ത് ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എക്സാമിൻസ് ഹ്യൂമൻ കൾച്ചർ. ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും എന്താണ്? ഹ്യൂമൻ കൾച്ചറിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്? ഇത് രണ്ട് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിലാണ് ഇവ പഠിക്കുന്നത്. ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും ഹ്യൂമൻ കൾച്ചറിനെ പഠിക്കുന്നത് രണ്ട് പേഴ്സ്പെക്റ്റീവിലൂടെയാണ്. എങ്ങനെയാണ് അവ പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കൾച്ചർ. ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് ഇവ താരതമ്യപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഇവയ്ക്കുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയുന്നു. മെറ്റീരിയൽ കൾച്ചർ, സെക്കൻഡ് പോയിന്റ് ആണ് മെറ്റീരിയൽ കൾച്ചർ. ആർക്കിയോളജി ഫോക്കസസ് ഓൺ മെറ്റീരിയൽ കൾച്ചർ. ആർക്കിയോളജി എന്താണ്? മെറ്റീരിയൽ കൾച്ചറിനെ ഫോക്കസ് ചെയ്യുന്നു, സച്ച് ആസ് ആർട്ടിഫാക്ട്സ്, ആർക്കിടെക്ചർ ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്സ്. ആർക്കിയോളജി മെറ്റീരിയൽ കൾച്ചറിനെ, ആർട്ടിഫാക്റ്റുകളെയും അവിടെ നിന്ന് കിട്ടുന്ന എവിഡൻസുകളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസോ? While cultural studies explores the social and cultural context of these materials. എന്താണ്? കൾച്ചറൽ സ്റ്റഡീസ് അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ മെറ്റീരിയൽസിൻ്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ഈ മെറ്റീരിയൽസ് സാമൂഹികപരമായിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് അവയ്ക്കുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൾച്ചറൽ സ്റ്റഡീസിൽ നോക്കുന്നത്. ഇതാണ് ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് അല്ലെങ്കിൽ തേർഡ് റിലേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് മീനിങ്. അതിൻ്റെ വ്യാഖ്യാനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്ങിലും റിലേഷൻ ഉണ്ട്. എന്താണ്? ബോത്ത് ഫീൽഡ്സ് സീക്ക് ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് കൾച്ചറൽ ആർട്ടിഫാക്ട്സ് ആൻഡ് പ്രാക്ടീസസ്, ബട്ട് കൾച്ചറൽ സ്റ്റഡീസ് ടെൻഡ്സ് ടു ഫോക്കസ് മോർ ഓൺ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദീസ് മീനിങ്സ്. എന്താണ്? രണ്ട് ഫീൽഡും, ആർക്കിയോളജിയും കൾച്ചറൽ സ്റ്റഡീസും ഇതിൻ്റെ മീനിങ്ങും ഇൻ്റർപ്രിട്ടേഷൻസും നോക്കുന്നുണ്ട്. എന്തിൻ്റെ? നമ്മുടെ ഈ ആർട്ടിഫാക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പഠിക്കാൻ പോകുന്ന സാധനങ്ങളുടെ ആർട്ടിഫാക്റ്റുകളുടെയൊക്കെ മീനിങ്ങുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നോക്കുന്നുണ്ട്. എങ്കിലും കൾച്ചറൽ സ്റ്റഡീസ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? കൂടുതലായിട്ടും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്കാണ് അതിൻ്റെ മീനിങ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആർക്കിയോളജി എന്താണ്? എല്ലാ തരത്തിലുള്ള മീനിങ്ങും ഇൻ്റർപ്രിട്ടേഷൻസും അവിടെ എടുക്കുന്നുണ്ട്. ഒരു സ്പെസിഫിക് പോയിന്റിലല്ല ആർക്കിയോളജി അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇത്രയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക്, അതായത് ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിലെ കോൺസെപ്റ്റ്സ്. ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൽ നോക്കുന്നത്? കൾച്ചറൽ ഹെറിറ്റേജ് ഫസ്റ്റ് പോയിന്റ് ആണ്, ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് കൾച്ചറൽ ഹെറിറ്റേജ്. എന്താണ് കൾച്ചറൽ ഹെറിറ്റേജ്? ദ ഐഡിയ ദാറ്റ് കൾച്ചറൽ ആർട്ടിഫാക്ട്സ് ആൻഡ് പ്രാക്ടീസസ് ആർ എ ഷെയർഡ് ഇൻഹെറിറ്റൻസ് ദാറ്റ് ക്യാൻ ബി പ്രിസർവ്ഡ് ആൻഡ് പാസ്ഡ് ഡൗൺ ടു ഫ്യൂച്ചർ ജനറേഷൻ. എന്താണ്? സാംസ്കാരിക പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുക. കൾച്ചറൽ ഹെറിറ്റേജ് ആർക്കിയോളജി കൾച്ചറൽ സ്റ്റഡീസിന് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അവിടെയുള്ള അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ കിട്ടുന്നത് പോലെ തന്നെ അതിനൊരു നാശവും സംഭവിക്കാതെ, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളൊക്കെ എന്താണ്? ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം ആ കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളെ ഒന്നിനെയും അതിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് നശിപ്പിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ
ചൂണ്ടിക്കാണിക്കുന്ന ഒരു എവിഡൻസ് ആണത്. അതിനെ നശിപ്പിക്കാതെ മറ്റ് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് കൂടി അതെന്ത് ചെയ്യുന്നു, പ്രിസർവ് ചെയ്ത് വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. സെക്കൻഡ് കോൺസെപ്റ്റ് മെറ്റീരിയാലിറ്റി, ദ സ്റ്റഡി ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്. ദ സ്റ്റഡി ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അവിടെ നിന്ന് കിട്ടുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെയും മെറ്റീരിയൽ ഒബ്ജക്ട്സിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് അവിടെ നടത്തുന്നത്. ആർക്കിയോളജിയിലും എവിടെ കൾച്ചറൽ സ്റ്റഡീസിലും. ഏജൻസി, the idea that individuals and groups have the power to shape their own cultural practices and meanings. എന്താണ് ഇവിടെ പറയുന്നത്? ഏജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐഡിയ ദാറ്റ് individuals and groups have the power to shape their own cultural practices and meanings. എന്താണ്? ഓരോ ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പ്സിനും അവരുടേതായ കൾച്ചറൽ പ്രാക്ടീസസ് ഷേപ്പ് ചെയ്തെടുക്കുവാനും അതിൻ്റെ മീനിങ് മനസ്സിലാക്കുവാനും അവർക്ക് അവകാശമുണ്ട്. ദെൻ പവർ ഡൈനാമിക്സ് എന്നുകൊണ്ട് ആർക്കിയോളജിയിലും കൾച്ചറൽ സ്റ്റഡീസിലും ഉള്ള കോമൺ കോൺസെപ്റ്റുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പവർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ഹൗ പവർ ഓപ്പറേറ്റ്സ് ഇൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻക്ലൂഡിങ് ഇഷ്യൂസ് ഓഫ് ഇൻഇക്വാലിറ്റി, ഡോമിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. എന്താണ്? പവർ ഓപ്പറേറ്റ്സ് ഇൻ, എങ്ങനെയാണ് ഈ പവർ ഓപ്പറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അധികാരത്തെ എങ്ങനെയായിരുന്നു അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്, പല കോണ്ടെക്സ്റ്റുകൾ, പല മേഖലകളിൽ എങ്ങനെയായിരുന്നു അവർ അധികാരത്തെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇഷ്യൂസ് ഓഫ് ഇൻഇക്വാലിറ്റിയിൽ എങ്ങനെയായിരുന്നു അവർ പവറിനെ ഉപയോഗിച്ചിരുന്നത്, ഡൊമിനേഷൻ, ദെൻ റെസിസ്റ്റൻസ്, ഇതിലൊക്കെ എങ്ങനെയായിരുന്നു പവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിലുള്ള കോൺസെപ്റ്റുകൾ പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക്ക് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ്, പോസ്റ്റ് കൊളോണിയൽ തിയറി. പോസ്റ്റ് കൊളോണിയൽ തിയറി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫെമിനിസ്റ്റ് തിയറി, മാർക്സിസ്റ്റ് തിയറി, ദെൻ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറി. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകണ്ട. കൾച്ചറൽ സ്റ്റഡീസും ആർക്കിയോളജിയും തമ്മിലുള്ള ആർക്കിയോളജി ആസ് എ കൾച്ചറൽ സ്റ്റഡീസ്, ആർക്കിയോളജി കൾച്ചറൽ സ്റ്റഡീസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ച ഒരു എസ്സേ വരുവാണെങ്കിൽ ഈ ടോപ്പിക്കുകളെല്ലാം മെയിനായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലാതെ ഷോർട്ട് എസ്സേക്കൊന്നും ഇത്രയും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇത്രയും തിയററ്റിക്കൽ പ്രാക്ടീസസ് ആണ് ആർക്കിയോളജിയിലും കൾച്ചറൽ സ്റ്റഡീസിലും കോമൺ ആയിട്ട് വരുന്നത്. എന്താണ്? പോസ്റ്റ് കൊളോണിയൽ തിയറി, ദെൻ ഫെമിനിസ്റ്റ് തിയറി, മാർക്സിസ്റ്റ് തിയറി ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറി. സോ നെക്സ്റ്റ് ടോപ്പിക്ക് മെത്തഡോളജീസ് ഇൻ ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൽ കോമൺ ആയിട്ട് വരുന്ന മെത്തഡോളജീസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് മെത്തഡോളജിയാണ് എത്നോഗ്രാഫിക് റിസർച്ച്. എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുമ്പം ഇറ്റ് ഇൻവോൾവ്സ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർവ്യൂസ് ടു സ്റ്റഡി കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് മീനിങ്. കൾച്ചറൽ പ്രാക്ടീസസും മീനിങ്ങും ഒക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ആ ഒരു റിസർച്ചിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടിസിപ്പൻറ്റിൻ്റെ ഒബ്സർവേഷനും അവർ നടത്തുന്ന ഇൻ്റർവ്യൂസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൾച്ചറൽ പ്രാക്ടീസസിൻ്റെ മീനിങ്ങുകളും അതുപോലെ തന്നെ കൾച്ചറൽ പ്രാക്ടീസ് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുന്നത്. അതിനെയാണ് ഈ എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തഡോളജിയാണ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ സിസ്റ്റമാറ്റിക് റിക്കവറി ആൻഡ് അനാലിസിസ് ഓഫ് മെറ്റീരിയൽ റിമെയിൻസ്. എന്താണ്? ഈ മെറ്റീരിയൽ റിമെയിൻസിനെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ റിക്കവർ ചെയ്തെടുക്കുന്നു. അതിനൊരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രാക്ടീസസ് ഉണ്ട്. ആ സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രാക്ടീസസിലൂടെ എന്താണ് ആർട്ടിഫാക്ട്സിനെയും മെറ്റീരിയൽ റിമെയിൻസിനെയും ഒക്കെ റിക്കവർ ചെയ്തെടുത്ത് അതിനെ അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ എന്ന് പറയുന്നത്. തേർഡ് മെത്തഡോളജിയാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സാമിൻസ് ദ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസസ് ദാറ്റ് ഷേപ്പ് കൾച്ചറൽ മീനിങ്. അതായത് ഈ കൾച്ചറൽ മീനിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ലാംഗ്വേജിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും എങ്ങനെയാണ് ആ കൾച്ചറൽ മീനിങ്ങിനെ ഷേപ്പ് ചെയ്തെടുത്തതെന്ന് എക്സാമിൻ സഹിതം നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിനെയാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ലാസ്റ്റ് മെത്തഡോളജിയാണ് മെറ്റീരിയൽ കൾച്ചർ അനാലിസിസ്. മെറ്റീരിയൽ കൾച്ചർ അനാലിസിസ് നമ്മൾ നേരത്തെയും പറഞ്ഞ ടോപ്പിക്ക് തന്നെയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആൻഡ് ദെയർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. എന്താണ് മെറ്റീരിയൽ കൾച്ചർ, എങ്ങനെയുള്ളതാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയൽ കൾച്ചർ അനാലിസിസ്. ആ കിട്ടുന്ന മെറ്റീരിയൽസ് ആ ഒരു കാലഘട്ടത്തിൽ, ഇപ്പം ഹാരപ്പൻ സൈറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഹാരപ്പൻ സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പം അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ആയുധങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ മെറ്റീരിയൽസിന് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെ ആ മെറ്റീരിയൽസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയുമാണ് ആർക്കിയോളജിയിലും കൾച്ചറൽ സ്റ്റഡീസിലും ഉപയോഗിക്കാറുള്ള മെത്തഡോളജീസ് എന്ന് പറയുന്നത്. ഇതോടെ നമ്മുടെ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് പാർട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ്. അതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയും. ദെൻ നമുക്ക് 3 മൊഡ്യൂൾസ് കൂടെ ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഈ ടോപ്പിക്കുകൾ ക്ലിയർ ആയിട്ട് കേൾക്കുക, മനസ്സിലാകുന്നത് വരെ കേൾക്കുക, റിപ്പീറ്റായി കേൾക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, പഠിക്കുക. ഏതെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ച് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ദെൻ വേറെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആർക്കിയോളജിയുടെ പാർട്ട് 3 ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.